താരെ പോന്നു? എന്താ പറ്റിയത്? ഓ, അച്ഛനെ വിളിച്ചു വന്നതിൻ്റെ ടെൻഷനാവും. എന്നാ നിന്ന് ടെൻഷൻ കൂട്ടണ്ട, വേഗം സ്ഥലം വിട്ടോ. അതെ, ഞാനിവിടെ നിൽക്കുന്നതാണല്ലോ ചിലർക്കൊക്കെ ബുദ്ധിമുട്ട്. എന്നെ കാണാതിരുന്ന അത്ര ആശ്വാസം. താരെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മായി സുമിത്രേച്ചി പറഞ്ഞത് മുഴുവൻ കേട്ടു. ഇനി ബാബൂട്ടൻ കൂടി പറഞ്ഞോളൂ. ഓർമ്മിക്കുന്നതിനേക്കാൾ എളുപ്പം മറക്കാനാണല്ലോ. എന്നിട്ട് അതിന് വിധി എന്നൊരു ന്യായീകരണവും കണ്ടെത്താം. എന്താ, ഒന്നും പറയാനില്ലേ? പെട്ടെന്ന് മൗനമായി പോയല്ലോ. അപ്പോ നിങ്ങൾ എല്ലാവരും ചേർന്നെടുത്ത തീരുമാനം അല്ലേ? ബാബൂട്ടനും അവരോട് ചേർന്നു അല്ലേ? എന്ത് തീരുമാനം എടുത്തുന്നാ? മോഹങ്ങളൊക്കെ എടുത്ത് ഷോക്കേസിൽ വെക്കാൻ. സുമിത്രേച്ചിയുടെ ഉപദേശം, അച്ഛൻ പറയുന്നതനുസരിച്ച് വിധിക്ക് കീഴടങ്ങാൻ. അമ്മായിയുടെ ഉപദേശം. ഞാൻ എന്താ വേണ്ടത്? ബാബുട്ടന്റെ വക ഉപദേശം എന്തെങ്കിലും ഉണ്ടോ? എങ്കിൽ അതോടി വിളമ്പ്, ഞാൻ വാരിയെടുത്തോളാം. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? സുമിത്രേച്ചിയും പ്രസാദേട്ടനും തമ്മിൽ പിണങ്ങിയതും സുമിത്രേച്ചി സൂയിസൈഡിന് ശ്രമിച്ചതും നമ്മുടെ കാര്യവും തമ്മിൽ എന്താ ബാബുട്ട ബന്ധം? എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. എന്നെ നിങ്ങൾക്ക് ആർക്കും വേണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞോളൂ. അല്ലാതെ ഭൂമിയിലും ആകാശത്തും ഇല്ലാത്ത കുറെ കാരണങ്ങൾ നടത്തിയ അത് വിശ്വസിക്കാൻ ഞാൻ കഴുതയൊന്നുമല്ല. എന്താ ഇപ്പൊ പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബാബുട്ടിന് എന്നെ ഒഴിവാക്കണം, അത്രയല്ലേ ഉള്ളൂ. അതെനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാ. നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാ. കൃഷ്ണമാമനെ ഞാൻ കുറ്റം പറയില്ല. ഞങ്ങളുടേതുപോലുള്ളൊരു വീട്ടിലേക്ക് അഭിമാനിയായ ഒരു അച്ഛനും തൻ്റെ മകളെ വിവാഹം ചെയ്ത് അയക്കില്ല. എൻ്റെ വീട്ടിൽ സംഭവിച്ചതുപോലുള്ള കാര്യങ്ങൾ മറ്റൊരു വീട്ടിലാണ് നടന്നിരുന്നതെങ്കിൽ ആ വീടുമായിട്ടുള്ള ബന്ധത്തിന് ഞങ്ങൾ ഒരിക്കലും തയ്യാറാകില്ല. എൻ്റെ സഹോദരിമാരെ അങ്ങോട്ട് അയക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതേ ഉത്തരവാദിത്വം എനിക്ക് താരയോടുമുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം താരയ്ക്ക് മനസ്സിലായില്ലേ? നീ അത് മനസ്സിലാക്കണം. എനിക്കത് മനസ്സിലാവില്ല. കാരണം എന്റെ വീട് ബാബുട്ടന്റെ വീട് എന്ന് ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല. നമ്മുടെ വീടായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്നെനിക്ക് വ്യക്തമായി, നിങ്ങൾ എല്ലാവരും എന്നെ ഒഴിവാക്കുക തന്നെയാണെന്ന്. സാരമില്ല, ഞാൻ സഹിച്ചോളാം. കഴിയുമെങ്കിൽ ഇങ്ങനൊരു ബോധോദയം ഉണ്ടായ കാര്യം എൻ്റെ അച്ഛനെ വിളിച്ചൊന്ന് പറഞ്ഞോളൂ. എന്നിട്ട് എല്ലാവരും ചേർന്ന് സന്തോഷിച്ചോളൂ. താരേ,
ഇവിടെ താലിയോടെ പോകരുത്, പ്ലീസ് പോകരുത്, പോകരുത്. അമ്മ അമ്മ രമേശേട്ടാ, രമേശേട്ടാ, എന്ത് ശബ്ദം കേട്ടു? പോകാന്ന് കരുതിയോ? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട്. No. No. നീ എന്റേതാ. രമേശ, എന്താ മോനെ ശബ്ദം കേട്ടത്? പ്രസാദിന്റെ മുറിയിൽ നിന്നാണെന്ന് തോന്നുന്നു. പോകരുതെന്നാണ് പറഞ്ഞത്. പ്രസാദേ, പിടിക്കും ഞാൻ. മോനെ, എറിഞ്ഞു പിടിക്കും. മോനെ, അയ്യോ മോനെ, പ്രസാദേ, എന്താ എന്റെ ഇത്? മോനെ. അമ്മേ, താലി, താലി. ഞാൻ കണ്ടു. ദാ, ഇത്ര അടുത്ത് കണ്ടു. ഇപ്പൊ കാണുന്നില്ല. അമ്മ കണ്ടോ? ആരെങ്കിലും കണ്ടോ? രമേശ, എവിടെയെങ്കിലും എവിടെയെങ്കിലും കണ്ടോ? നീ എന്തായി കാണിക്കണേ? പിടിക്കരുത്, എന്നെ പിടിക്കരുത്. Go away. രമേശ, എന്താടാ ഇതൊക്കെ? എന്താ എന്റെ മോനെ പറ്റി? ഒന്നുമില്ല അമ്മേ, അവൻ സ്വപ്നം കണ്ടതാവും. മോനെ, എന്താടാ ഇതൊക്കെ? അമ്മയോട് പറ. അവൻ കിടന്നോട്ടെ, അമ്മ ഇന്ന് അവന്റെ ഒപ്പം കിടന്നാ മതി. ഒന്നുറങ്ങിയ എല്ലാം ശരിയാവും. മോനെ, എന്താടാ, നീ ഉറങ്ങുന്നില്ലേ? ചെന്ന് കിടന്നോ. ചെറിയച്ഛന് എന്താ പറ്റിയേ? ഒന്നും പറ്റിയിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ ബഹളം ഉണ്ടാക്കിയേ? അത് വെറുതെ നിങ്ങളെ കളിപ്പിക്കാനല്ലേ. അല്ല, ചെറിയച്ഛന് എന്തോ സൂക്കേടുണ്ടെന്ന് അച്ഛനും അമ്മയും പറയുന്നത് ഞാൻ കേട്ടല്ലോ. എന്താ അച്ഛ ചെറിയച്ഛൻ്റെ സൂക്കേട്? ചെറിയച്ഛനൊരു സൂക്കേടുമില്ല. വേണ്ടാത്ത കാര്യങ്ങൾ ചോദിക്കാതെ ചെന്നിടന്ന് ഉറങ്ങുന്നുണ്ടോ നീ? ദേ, അവളവിടെ ഒറ്റയ്ക്ക് കിടക്ക. ചെല്ല്. ആവശ്യമില്ലാത്തതൊക്കെ കേൾക്കും, എന്നിട്ടോരോ കിന്നാര ചോദ്യങ്ങളും. രമേശേട്ടാ, ഉണ്ണിയുടെ ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. നമ്മുടെ പ്രസാദിന് എന്ത് പറ്റി രമേശേട്ടാ? എനിക്കെന്തോ പേടി പോലെ. സ്വസ്ഥമല്ല അവന്റെ മനസ്സ്. അനുഭവങ്ങൾ താങ്ങാവുന്നതിനപ്പുറമായാൽ ഏത് മനസ്സാ അങ്ങനെ ആവാത്തത്? പാവം. ആ താലി. അതെ, ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അവന്റെ ഉള്ളിൽ കുറ്റബോധമുണ്ട്. എന്തായാലും ഒന്നെനിക്ക് ഉറപ്പായി മാറും, അവന്റെ മനസ്സിൽ ഇപ്പോൾ സുമിത്രയുണ്ട്. സുമിത്രയോടുള്ള സ്നേഹമുണ്ട്. അല്ലെങ്കിൽ ഒരിക്കൽ അറുത്തെറിഞ്ഞ ആ ബന്ധം ഇപ്പൊ വീണ്ടും അവന്റെ സ്വപ്നത്തിൽ വരില്ല, അല്ലേ? ആ ബന്ധത്തിന്റെ പ്രതീകമല്ലേ ആ താലി? അപ്പോ പ്രസാദിന് സുമിത്രയോടുള്ള ദേഷ്യമൊക്കെ മാറും അല്ലേ? എന്താ സംശയം? മാറുമെന്നല്ല, മാറിക്കഴിഞ്ഞു. ആ സമയത്ത് ആ അറസ്റ്റ് നടന്നില്ലായിരുന്നെങ്കിൽ
എല്ലാം ശുഭമായേനെ. എങ്കിൽ എന്റെ അനിയന്റെ മനസ്സിൽ ഈ താളപ്പിഴ ഉണ്ടാവില്ലായിരുന്നു. വിധി, നിർഭാഗ്യം. പക്ഷേ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇത്ര ദിവസവും മൗനമായിരുന്ന പ്രസാദ് സംസാരിച്ചല്ലോ. അബോധത്തിലാണെങ്കിലും അവന്റെ ശബ്ദം കേൾക്കാൻ പറ്റിയല്ലോ. അതൊരു വലിയ മാറ്റല്ലേ? പക്ഷേ രമേശേട്ടാ, അറിയാം, നീ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാം. പക്ഷേ അങ്ങനെ ഒരു ഉത്കണ്ഠയുടെ കാര്യമില്ല പാറു. പോസിറ്റീവായൊരു മാറ്റത്തിന്റെ ലക്ഷണങ്ങളാവില്ലേ അവൻ കാണിച്ചത്. നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. മറിച്ചു കരുതാൻ എൻ്റെ അനിയനൊരു മാനസിക രോഗിയാണെന്ന് വിചാരിക്കാൻ എനിക്ക് പറ്റില്ല പാറു, എനിക്ക് പറ്റില്ല. രമേശേട്ടാ, എന്താ ഇത്? മതി, ഈ വിഷയം ഇനി സംസാരിക്കണ്ട. വന്ന് കിടക്ക്. ഒന്നും ആലോചിക്കണ്ടെന്നേ. നമ്മുടെ പ്രസാദിന് ഒന്നുമില്ല, എനിക്ക് ഉറപ്പുണ്ട്. വാ, വന്നേ. വരൂ. ആ, ആരുത്? കൃഷ്ണേട്ടനോ? കരുവാ, ഇരിക്കെ. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. എന്താ പൈൽസിന് അസുഖമുണ്ടോ? കളിയാക്കല്ലേ. ഇനിയിപ്പോ മുമ്പത്തെ പോലൊക്കെയാണോ? ഞാനങ്ങനെ ഒപ്പം ഇരിക്കുന്നത് ശരിയാണോ? ഓ, അത് ശരി, ഇപ്പൊ മനസ്സിലായി. ഒരു കോടീശ്വരം പ്രൊഡ്യൂസർ എന്റെ പോക്കറ്റിലുണ്ടെന്ന് അറിഞ്ഞതിന്റെ മാറ്റം, ബഹുമാനം. കൊച്ചക്കല്ല. അതെ, ബഹുമാനിക്കേണ്ട സമയം വരുമ്പോ ഞാൻ പറയാം. ഇപ്പൊ കൃഷ്ണേട്ട ഇരിക്കെ. ആ, പിന്നെ എവിടെ വരെ ആയി പടത്തിന്റെ പരിപാടികളൊക്കെ? ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ റെഡിയായി. ഒരു 2 മാസത്തിനും ഷൂട്ടിംഗ് തുടങ്ങും. ഡയറക്ടറെ തീരുമാനിച്ചോ? അതല്ലേ ആദ്യം തീരുമാനിച്ചത്. ആരാ? ഞാൻ തന്നെ. ആണോ? അതെ, പ്രൊഡ്യൂസർക്ക് ഫീൽഡിൽ വേറെ ഒരുത്തിനും വിശ്വാസമില്ല. ഞാൻ തന്നെ വേണം നിർബന്ധം, അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് തന്നെ ഡ്രോപ്പ് ചെയ്യുന്ന ഭീഷണി. പിന്നെ ഞാൻ അങ്ങ് ഏറ്റെടുത്തു. ഒരു പടം പോലും ഇന്ന് വരെ ഡയറക്റ്റ് ചെയ്തിട്ടില്ലാത്ത ഞാൻ ഇതെങ്ങനെ ചെയ്യുന്നല്ലേ കൃഷ്ണേട്ടൻ്റെ സംശയം? അതൊക്കെ അങ്ങ് ശരിയാവും. പക്ഷേ നല്ലൊരു അസോസിയേറ്റിനുണ്ടെങ്കിൽ ആർക്കാ സംവിധാനം ചെയ്യാൻ പ്രയാസം? അത് നേരാ. അത് പോട്ടെ, ഏതാ ലൊക്കേഷൻ? ഏത് വേണം? ഊട്ടി വേണം, ബാംഗ്ലൂർ വേണം, ബോംബെ, ദുബായ്? എന്തിനും നമ്മുടെ പ്രൊഡ്യൂസർ തയ്യാറാ കൃഷ്ണേട്ടാ. ഓ, താനൊരു ഭാഗ്യവാനാണോ? സംശയമുണ്ടോ? അതിരിക്കട്ടെ, നിങ്ങളുടെ സൂപ്പർ സംവിധായകന്റെ വാർത്തകൾ എന്താണ്? അങ്ങനെയുള്ള മഹോ സിനിമ എന്തായി? മുമ്പോട്ട് പോകുന്നോ അതോ വഴി കിടക്കുന്നോ? നായികയെ കിട്ടി. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ച രൂപവും ഭാവവും ഒക്കെയുള്ള ഒരു പെൺകുട്ടി. ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടില്ല. ഫ്രഷ്. അത് കൊള്ളാലോ. എന്താ അവളുടെ പേര്? പേര് മറന്നു. ദേ, നാക്കിന്റെ തുമ്പത്തിരിപ്പാ. എന്നാ വിരൽ കൊണ്ടങ്ങ് തോണ്ടിയിട് തുമ്പത്തൂന്ന്. 3 അക്ഷരത്തിലൊരു പേരാ. ഓർമ്മിച്ച് വച്ചിരുന്നതാ. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ആ,
എപ്പടി? കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ഇതായിരുന്നോ അങ്ങയുടെ മഹത്തായ സങ്കല്പം? ചുമ്മാ ഓരോ ജാടകൾ. നാ വെച്ചോ. അല്ല കൃഷ്ണേട്ടാ, ഈ പടത്തിന്റെ ഷൂട്ടിംഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ആഴ്ച കൃത്യം 15-ന്. എന്താ? അല്ല, 2 പടം കൂടെ കൃഷ്ണേട്ടന് ചെയ്യാൻ പറ്റുമെന്ന്. ക്ലാഷ് ആവില്ലേ? ഏയ്, അഭയ് സാറിന്റെ വർക്ക് കൃത്യം 35 ദിവസം കൊണ്ട് പാക്കപ്പ് ആവില്ലേ? അത് കഴിഞ്ഞല്ലേ നിങ്ങളുടെ പടം തുടങ്ങൂ. ഞാൻ അപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഫ്രീ ആവും. പിന്നെ എന്തോന്ന് ക്ലാഷ്? അല്ല, ബുദ്ധിമുട്ടാവുമെങ്കിൽ പറയണം. എനിക്ക് വേറെ ആളെ തപ്പാനാ. ഛേ, എന്താ മോനി പറയുന്നത്? എനിക്കെന്ത് ബുദ്ധിമുട്ട്? സത്യം പറഞ്ഞ മനസ്സുകൊണ്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ഇപ്പം മോന്റെ പടത്തിനോടാ. അത് സ്വാഭാവികം. ആ. മറ്റേത് കടം പേടിച്ചുള്ള പടം, ഇത് കോടീശ്വരന്റെ പടം. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ശരി കൃഷ്ണേട്ടാ, ഞാനൊന്ന് മയങ്ങാൻ തുടങ്ങുമ്പോഴായിരുന്നു കൃഷ്ണേട്ടന്റെ വരവ്. എങ്കിൽ ഞാൻ പിന്നെ വരാം അല്ലേ? ഉടനെ വരണ്ട, ഞാൻ അറിയിക്കാം. എന്നിട്ട് മതി. അറിയിച്ചില്ലെങ്കിലും വരാം. ആവശ്യക്കാരൻ ഞാനാണല്ലോ. ആവശ്യക്കാരന് ഔചിത്യവും ഇല്ലല്ലോ. എന്നാ ശരി. ശരി. കോടീശ്വരന്റെ പടം ഏത് പടമാണോ ഗുരുവായൂരപ്പാ, എല്ലാം നിന്റെ പടം. യമുനെ, അപ്പോ ഞാൻ സംശയിച്ചതുപോലെ നീ അല്ല അഭയന്റെ നായിക. പിന്നെ പിന്നെ നീ എവിടാ പെണ്ണേ? Where have you gone?